സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിച്ചാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നം ഉടലെടുത്തത്. ഏറ്റവും അവസാനമായി കനേഡിയൻ പത്രം ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ വന്ന റിപ്പോർട്ടാണ് വിവാദമായത്. ഖലിസ്ഥാൻ വിഘടനവാദ നേതാവ് നിച്ചാറിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമെന്നായിരുന്നു ആ റിപ്പോർട്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്കും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നുവെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തത്. പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നായിരുന്നു പത്രത്തിലുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ട് ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. നിച്ചാറിനെ വധിക്കാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നുവെന്ന റിപ്പോർട്ട് തള്ളി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പിന്നാലെ രംഗത്ത് വരികയും ചെയ്തു. അങ്ങനെയൊരു റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടില്ലെന്നായിരുന്നു ട്രൂഡോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് കനേഡിയൻ മണ്ണിൽ നടന്ന ആക്രമണവുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞും അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണെന്ന് ട്രൂഡോ തുറന്നടിക്കുകയായിരുന്നു. വ്യാജ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയ സംഭവത്തെയും ട്രൂഡോ തള്ളിപ്പറഞ്ഞു. ഇത്തരം നടപടികൾ തെറ്റാണെന്നും ട്രൂഡോ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രസീലിൽ വെച്ച് നടന്ന G20 ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ജസ്റ്റിൻ ട്രൂഡോയും പരസ്പരം കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വന്തം ഉദ്യോഗസ്ഥരെ തന്നെ തള്ളിപ്പറഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നങ്ങൾ അയയും എന്ന് തന്നെയാണ് 2 ദിവസമായി പുറത്തുവരുന്ന മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞങ്ങൾ സാധാരണയായി മാധ്യമ റിപ്പോർട്ടുകളെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല. എന്നിരുന്നാലും ഒരു കനേഡിയൻ സർക്കാർ സ്രോതസ് ഒരു പത്രത്തോട് നടത്തിയ ഇത്തരം പരിഹാസ്യമായ പ്രസ്താവനകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം. ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ കനേഡിയൻ പത്രം ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ വന്ന റിപ്പോർട്ടിനെതിരെ പ്രതികരിച്ചത്. ഈ പ്രതികരണത്തിന് പിന്നാലെയായിരുന്നു കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തനവുമായി പ്രധാനമന്ത്രി മോദിയെയോ മന്ത്രി ജയശങ്കറിനെയോ NSA ഡോവലിനെയോ ബന്ധിപ്പിക്കുന്നതായി കാനഡ സർക്കാർ പ്രസ്താവിച്ചിട്ടില്ല, തെളിവുകൾ സംബന്ധിച്ച് അറിവില്ല എന്ന് കാനഡ വ്യക്തമാക്കിയത്. കനേഡിയൻ ദിനപത്രത്തിന്റെ റിപ്പോർട്ട് പരിഹാസ്യമാണ് എന്ന് ഇന്ത്യ രോഷത്തോടെ നിരസിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ കാനഡ തന്നെ വ്യക്തത വരുത്തിയത്. കനേഡിയൻ പൗരനായ ഹർദീപ് സിംഗ് നിജാർ 2023 ജൂണിലാണ് വാൻകൂവറിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്നാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചത്. അജ്ഞാതരായ 2 പേരാണ് നിജാറിനെതിരെ വെടിയുതിർത്തത്. കനേഡിയൻ അധികൃതർ കൊലപാതകത്തിന് 4 ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു. 2018 അമരീന്ദർ സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കാനഡ കൈമാറിയ പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റിൽ ഹർദീപ് സിംഗ് നിജാറിന്റെ പേരുമുണ്ടായിരുന്നു. പഞ്ചാബ് പോലീസ് അന്വേഷിക്കുന്ന വിവിധ കേസുകളിലും നിജാർ പ്രതിയായിരുന്നു. ജലന്ധറിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയവരാണ് നിജാറിന്റെ കുടുംബം. രാജ്യദ്രോഹ കേസുകളുടെ അടിസ്ഥാനത്തിൽ നിജാറിന്റെ പേരിലുള്ള ജലന്ധറിലെ ഭൂമിയും സ്വത്തുവകകളും പോലീസ് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു.